വെൽക്കം everyone. ഇത് സാംസങ് 21 ഇഞ്ച് ഫ്ലാറ്റ് എൻ്റെ ടി വി ആണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ റീട്രേസ് ലൈനാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്. സ്ക്രീനിൽ ബ്ലൂ ബാക്ക് അല്ലെങ്കിൽ ഗ്രീൻസ് വരാതെ ഇങ്ങനെ ഫുൾ ലൈൻ അടിച്ചിട്ട് നിൽക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ ബോർഡിൽ അല്ലെങ്കിൽ ബേസ് ബോർഡിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് വരുന്നത്. അപ്പോൾ ബേസ് ബോർഡിൽ ഒരു 200 വോൾട്ട് അടുപ്പിച്ച് വരും. അതൊന്ന് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബേസ് ബോർഡിൽ. ഇപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഒരു 200 വോൾട്ട് കാണിക്കുന്നില്ല, 0 വോൾട്ടാണ് കാണിക്കുന്നത്. ഇനി ബോർഡിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ബോർഡിൽ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു 173 വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വോൾട്ടേജ് ഇപ്പുറത്തോട്ട് വരുന്നില്ല. ഈ ഒരൊറ്റ ഭാഗത്ത് മാത്രമേ ഈ ഒരു വോൾട്ടേജ് കാണിക്കുന്നുള്ളൂ. ഇപ്പുറത്തോട്ട് വന്നാൽ മാത്രമേ ഇത് ബേസ് ബോർഡിലേക്ക് എത്തത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പുറത്തോട്ടത് വരുന്നില്ല. ഈ ഒരു ഭാഗത്ത് മാത്രമേ ഈ ഒരു വോൾട്ടേജ് ഉള്ളൂ. അപ്പോൾ അത് എന്താണ് പ്രോബ്ലം എന്ന് ഇനി ബോർഡിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ പറ്റും ഒരു കമ്പി ദ്രവിച്ച് ഒടിഞ്ഞ് നിൽപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ഇതിനെ ഇളക്കി കളയണം. ഇളക്കി കളഞ്ഞിട്ട് അവിടെ ഒരു വയർ അടിച്ചിട്ടാൽ മതിയാവും. ആ വോൾട്ടേജ് കറക്റ്റായിട്ട് ബേസ് ബോർഡിലോട്ട് പോകും. ഇവിടെ LOTയുടെ 200 വോൾട്ട് എന്നൊരു പിന്നുണ്ട്. ഈ പിന്നിൽ നിന്ന് ഒരു ഡയോഡ് വഴി, റെസിസ്റ്റർ വഴി, കപ്പാസിറ്റർ വഴിയൊക്കെയാണ് ഇത് നേരെ ഇവിടെ എത്തിയിട്ട് നേരെ ഒരു വയർ വഴി ബേസ് ബോർഡിലോട്ട് ഈ ഒരു വോൾട്ടേജ് എത്തുന്നത്. അപ്പോൾ ആ ഡയോഡ് പോയാലോ റെസിസ്റ്റർ കംപ്ലൈൻ്റ് ആയാലോ ഇത് എത്താതെ വരും. അതേപോലെ തന്നെ പ്രിൻ്റ് ബ്രേക്ക് ഉണ്ടെങ്കിൽ എത്താതെ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഒരു വയർ അടിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇവിടുത്തെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാം, ഇപ്പുറത്തോട്ട് വരുന്നുണ്ടോ എന്ന്. ഇപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് 169 വോൾട്ട് ഇപ്പുറത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ബേസ് ബോർഡിൽ ചെക്ക് ചെയ്യാം വോൾട്ടേജ് വന്നിട്ടുണ്ടോ എന്ന്. ബേസ് ബോർഡിലും ഇപ്പോൾ കറക്റ്റായിട്ട് വോൾട്ടേജ് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രിൻ്റ് ബ്രേക്ക് ആയിരുന്നു. അപ്പോൾ ഇനി ചെക്ക് ചെയ്ത് നോക്കാം കംപ്ലയിൻറ്റ് റെഡി ആയോ എന്ന്. അപ്പോൾ ഇവിടെ ആ ഒരു റീട്രേസ് ലൈൻ കംപ്ലയിൻറ്റ് മാറിയിട്ടുണ്ട്. കറക്റ്റായിട്ട് ബ്ലൂ ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ പ്രോബ്ലം സോൾവ്ഡ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് അടിക്കാനും, യൂട്യൂബിലാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.